ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ കടുത്ത ഉഷ്ണതരംഗം ജനജീവിതം ദുസ്സഹമാക്കുന്നു. ഫ്രാൻസിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. കടുത്ത ചൂടിൽ നിന്നും രക്ഷ നേടാൻ ജലാശയങ്ങളിൽ ഇറങ്ങിയ 40-ലധികം ആളുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുങ്ങിമരിച്ചതായി ഫ്രഞ്ച് അധികൃതർ സ്ഥിരീകരിച്ചു. സഹാറ മരുഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച ചുടുകാറ്റാണ് യൂറോപ്പിൽ ഇത്രയും കടുത്ത താപനിലയ്ക്ക് കാരണമായിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നതാണ് ഈ പ്രതിഭാസമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകി. ഫ്രാൻസിൽ താപനില അളക്കാൻ തുടങ്ങിയ 1947 ശേഷമുള്ള ഏറ്റവും ചൂടേറിയ ദിവസമായിരുന്നു കടന്നുപോയത്. തെക്കു പടിഞ്ഞാറൻ ഫ്രാൻസിലെ പിസോസിൽ താപനില 44.3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. ബോർഡോ ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങളിൽ 42.1 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ പകുതിയോളം പ്രദേശങ്ങളെ ബാധിക്കുന്ന തരത്തിൽ 54 ഡിപ്പാർട്ട്മെന്റുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടുത്ത ചൂടിനെ തുടർന്ന് ലോകപ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഈഫൽ ടവറും ലൂവ്ർ മ്യൂസിയവും തങ്ങളുടെ പ്രവർത്തന സമയം വെട്ടിക്കുറച്ചു. സന്ദർശകരുടെ തിരക്കും കെട്ടിടത്തിനുള്ളിലെ ചൂടും വർദ്ധിച്ചതിനെ തുടർന്നാണ് ലൂവ്ർ മ്യൂസിയം സാധാരണ സമയത്തേക്കാൾ 2 മണിക്കൂർ മുൻപേ അടയ്ക്കാൻ തീരുമാനിച്ചത്. അമിത ചൂട് കാരണം റെയിൽ പാളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ട്രെയിൻ യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും വർക്ക് ഫ്രം ഹോം രീതി സ്വീകരിക്കണമെന്നും പാരീസ് റീജിയണൽ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പാർമയിലെ ആശുപത്രിയിൽ മാത്രം കഴിഞ്ഞ 3 ദിവസത്തിനിടെ 1000-ലധികം ആളുകളാണ് ചൂട് സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ തേടിയത്. രാജ്യത്തെ മിക്ക പ്രദേശങ്ങളും കടുത്ത ചൂടിലാണ്. സ്പെയിനിലെ 100-ലധികം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസിനു മുകളിലാണ് ചൂട് രേഖപ്പെടുത്തിയത്. തെക്കുകിഴക്കൻ പ്രവിശ്യയായ അമേരിക്കയിൽ രാത്രിയിൽ പോലും താപനില 30 ഡിഗ്രിക്ക് താഴേക്ക് പോകാത്ത അവസ്ഥയാണ്. ഉഷ്ണതരംഗം UK-യിലേക്കും വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് മെറ്റ് ഓഫീസ് 2ാമത്തെ റെഡ് ഹീറ്റ് വാർണിംഗ് പുറപ്പെടുവിച്ചു. ഇവിടെ താപനില 40 ഡിഗ്രി വരെ ഉയർന്നേക്കാം. ജർമ്മനിയിലും ചൂടിൽ നിന്നും രക്ഷ നേടാൻ നദികളിലും തടാകങ്ങളിലും ഇറങ്ങിയ 5 പേർ മുങ്ങിമരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന ആഗോള താപനമാണ് ഈ പ്രതിസന്ധികൾക്ക് പിന്നിലെ പ്രധാന കാരണമെന്ന് ലണ്ടനിൽ നടന്ന ക്ലൈമറ്റ് ആക്ഷൻ വീക്കിൽ UN മേധാവി ഓർമ്മിപ്പിച്ചു. വരും ദിവസങ്ങളിലും യൂറോപ്പിൽ കടുത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം.